Hello dear students, welcome to another class of our mathematics. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടി ചെയ്തു വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ ഡിഫറെൻറ്റ് ചാപ്റ്ററിലെ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീക്വൻസസ് ആൻഡ് സീരീസ് എന്നുള്ളതാണ്. സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ് എ പി ആൻഡ് ജി പി. ഇതാണ് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവുന്നത്, എ പി ആൻഡ് ജി പി. ഓക്കെ അല്ലേ. ഇനി ഇതിലെ കൺസെപ്റ്റുകൾ മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ ആകെ ഇതിൽ പറയാനുള്ളത് ജി പി ഒന്ന് പറയാനുണ്ടാവും. കാരണം എ പി നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് അല്ലെ. എ പി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എഴുതി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ എ പി. ഓക്കെ അല്ലെ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ജനറൽ ഫോം എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d എക്സെട്ര ലാസ്റ്റ് ടേം എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ഇതാണ് ഒരു എ പി നിങ്ങൾക്ക് ആകെ അറിയേണ്ടി. ഇതിന്റെ ലാസ്റ്റ് ടേം അഥവാ nth ടേം ഡിനോട്ടഡ് ബൈ എ എൻ ഈക്വൽ ടു എ പ്ലസ് n മൈനസ് 1 ടൈംസ് ഡി എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലെ. ഇതാണ് എ പിയുടെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞത്. ഇനി ഇവിടെ എഴുതേണ്ടത് സം ഓഫ് ആൻ എ പി. ഒരു എ പിയുടെ സമ്മ് ദാറ്റ് ഈസ് എസ് എൻ എന്ന് പറഞ്ഞാൽ n/2 ഇൻറ്റു എ പ്ലസ് എൽ. ഇതാണ് എ പിയുടെ സം, n/2 ഇൻറ്റു എ പ്ലസ് എൽ. ഇതിന്റെ ഡെറിവേഷൻ ഞാൻ പറയുന്നില്ല, ഡയറക്റ്റ് പറയാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ടൈംസ് ഡി. ഇവിടെ ഒരു പുതിയ വേരിയബിൾ n ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ എ എന്താണെന്നറിയാം, ഡി എന്താണെന്നറിയാം. പുതിയ വേരിയബിൾ നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഒരു n ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ അല്ലെ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ് n. ഓക്കെ അല്ലെ. അപ്പോൾ സമ്മ്, ജനറൽ ടേം, അതിന്റെ എക്സ്പാൻഷൻ, ജനറൽ എക്സ്പാൻഷൻ എന്ന് നമുക്ക് പറയാം. ഇനി ഇവിടെ നമ്മൾ ആകെ അറിഞ്ഞിരിക്കേണ്ട ഒരു നോട്ട്, നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു നോട്ട്, ലെറ്റ് ഒരു മിനിറ്റ്, കൺസിഡറേഷൻ ഓഫ് ടേംസ്. കൺസിഡറേഷൻ ഓഫ് ടേംസ്. ടേംസിനെ നമുക്ക് കൺസിഡർ ചെയ്യണം. ഇതിലിപ്പോ നമ്മളോട് ടേം കൺസിഡർ ചെയ്യാൻ പറഞ്ഞെന്ന് സങ്കല്പിക്കുക. അതായത് ഇപ്പോൾ ഒരു 3 ടേമോ 4 ടേമോ 5 ടേമോ ഒക്കെ നമ്മളോട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. കൺസിഡർ ചെയ്യാൻ പറഞ്ഞത് 3 ടേംസ്. 3 ടേംസിനെ കൺസിഡർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട രീതി എ മൈനസ് ഡി, എ പ്ലസ് ഡി എന്ന രൂപത്തിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡി. ഓക്കെ അല്ലെ. കോമൺ ഡിഫറൻസ് ഡി. ഇനി 4 ടേംസ് പറഞ്ഞതെന്ന് സങ്കല്പിച്ചോ. 4 ടേംസ് ആണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എഴുതേണ്ട രീതി എ മൈനസ് 2d, എ മൈനസ് ഡി, എ പ്ലസ് ഡി, ദെൻ എ പ്ലസ് 2d. ഈ മോഡലിലാണ് ടേംസിന് നിങ്ങൾ ഇങ്ങനെ എഴുതേണ്ടത്. ഓക്കെ അല്ലെ. ഈ മോഡലിലാണ് ഓരോ ടേംസിന് എഴുതേണ്ടത്. അടുത്തൊരു മോഡല് 5 ടേംസ് പറഞ്ഞെന്ന് കൺസിഡർ ചെയ്തോ. 5 ടേംസ് പറഞ്ഞാൽ നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്യേണ്ടി എ മൈനസ് 2d, എ മൈനസ് ഡി, എ പ്ലസ് ഡി, എ പ്ലസ് 2d. ഓക്കെ. ഈ രൂപത്തിൽ ടേംസിനെ കൺസിഡർ ചെയ്യണം. ഓക്കെ അല്ലെ. സോറി, ശ്രദ്ധിക്കട്ടെ. എ മൈനസ് 3d, എ മൈനസ് ഡി, എ പ്ലസ് ഡി, എ പ്ലസ് 3d ആണ് കേട്ടോ. കോമൺ ഡിഫറൻസ് 2d, ഇവിടെ കോമൺ ഡിഫറൻസ് d. ഓഡ് നമ്പർ ഓഫ് ടേംസ് നമ്മൾ, ഈവൻ നമ്പർ ഓഫ് ടേംസ് നമ്മളോട് പറഞ്ഞാൽ 3d, അതായത് 2d കോമൺ ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ജനറൽ ടേമിന് എഴുതുക. ഇനി നമ്മളോട് പറയുന്നത് ഓഡ് നമ്പർ ടേംസ് ആണ് എന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് d ആയിട്ട് ഇങ്ങനെ എഴുതുക. അതിന്റെ സെന്ററിൽ ചെയ്യാനായിട്ട് ചെയ്താൽ മതി. ഓക്കെ. എന്തിനാന്ന് വെച്ചാൽ ഇവിടെ പ്ലസ് 2d മൈനസ് 2d, അതേപോലെ ഇവിടെ ഇങ്ങനെ ക്യാൻസൽ ആയി പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും ക്യാൻസൽ, മൈനസ് 3d പ്ലസ് 3d പ്ലസ് d മൈനസ്, അത് രണ്ടും ക്യാൻസൽ ആയി മുഴുവൻ എ ടേം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ. ഇത് മനസ്സിലാക്കി വെക്കുക. ടേംസിനെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ടേംസിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജി പിയിൽ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു നോട്ട്, ഇഫ് nth ടേം ഓഫ് ആൻ എ പി, ഒരു എ പിയുടെ nth ടേം m ആണെന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ the mth ടേം ഓഫ് ആൻ എ പി ഈസ് റിവേഴ്സ് n. nth ടേം m ആണ്, mth ടേം n ആണെങ്കിൽ
ഇങ്ങനെയുള്ള ഒരു AP യുടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും -1 ആയിരിക്കും. കോമൺ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? -1 ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്തത് if the ratio of sum is given, ഒരു AP യുടെ സമ്മിന്റെ റേഷ്യോ തന്നിക്കണേ. അങ്ങനെയാണെങ്കിൽ the term ratio is 2n-1. 2n-1 രൂപത്തിലാണ് ടേമിന്റെ റേഷ്യോ ഉണ്ടാവുന്നത്. പ്രോബ്ലത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. സമ്മിന്റെ റേഷ്യോ തരും, ടേമിന്റെ റേഷ്യോ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയൊക്കെ നോട്ടുകളാണുള്ളത്. പിന്നീടുള്ളത് if SP sum of first P term equal to sum of next Q term, then അങ്ങനെയാണെങ്കിൽ SP plus Q എന്ന് പറഞ്ഞാൽ അത് 0 ആയിരിക്കും. SP എന്ന് പറഞ്ഞാൽ sum to P terms and SQ എന്ന് പറഞ്ഞാൽ sum to Q terms എന്നാണ്. sum to Q terms എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? sum to Q terms എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇനി GP അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ഇതിൽ വരുന്നത്, ജിയോമെട്രിക് പ്രോഗ്രഷൻ. ഒക്കെ സിമ്പിളായി പറയാട്ടോ. ജിയോമെട്രിക് പ്രോഗ്രഷൻ നമുക്ക് ഇപ്പോൾ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള കൺസെപ്റ്റുകളെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജിയോമെട്രിക് പ്രോഗ്രഷൻ അഥവാ GP ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ AR square then AR cube etc. ലാസ്റ്റ് ടേം AR⁻n-1 എന്ന രൂപത്തിലാണ് ഒരു GP യുടെ ജനറൽ ഫോം ഉള്ളത്. അപ്പോൾ A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, then R എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ ടേം ഡിവൈഡഡ് ബൈ തൊട്ട ബാക്കിലെ ടേം. ഇതിനെയാണ് കോമൺ റേഷ്യോ എന്ന് പറയാം. നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ ടേം മൈനസ് ബാക്കിലെ ടേം എന്നല്ലേ, ആ കൺസെപ്റ്റ് മാറി ഫ്രണ്ടിലെ ടേം ഡിവൈഡഡ് ബൈ അതിന്റെ തൊട്ട ബാക്കിലെ ടേം എന്ന് പറഞ്ഞാൽ അതിന് വിളിക്കുന്ന പേരാണ് കോമൺ റേഷ്യോ എന്നാണ് അതിന് പറയാം. ഇനി അടുത്തത് സം ഓഫ് GP that is Sn equal to sum of GP എന്ന് പറഞ്ഞാൽ A into 1 minus R/n divided by 1 minus R. A into 1 minus R/n divided by 1 minus R. ഇത് ഓർത്തിരുന്നാൽ മതി. ഇതിൽ നമ്മൾ രണ്ട് ഫോർമുലകളൊക്കെ പഠിക്കും, പക്ഷെ നമുക്ക് ഒറ്റൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ അല്ലേ? ഇനി ഇവിടെ എഴുതേണ്ടത് R not equal to 1. R 1 അല്ലാത്ത കണ്ടീഷനിലൊക്കെ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. ഓക്കെ, R 1 അല്ലാത്ത കണ്ടീഷനിലൊക്കെ ഇത് യൂസ് ചെയ്താൽ മതി. ഇനി n into ഫസ്റ്റ് ടേം എപ്പോഴാണെന്നറിയാം? ആറിന്റെ വാല്യൂ 1 ആകുമ്പോൾ ഈ സമ്മാണ് ഉണ്ടാവുക. n into ഫസ്റ്റ് ടേം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാവും. ഈ രണ്ട് സമ്മ് നോട്ട് ചെയ്ത് വെക്കുക. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ആറിന്റെ വാല്യൂ 1 അല്ല എന്നുണ്ടെങ്കിൽ ഒക്കെ സമ്മ് തന്നെ യൂസ് ചെയ്യാം. ആറിന്റെ വാല്യൂ 1 ആണെങ്കിൽ സമ്മ് ഇത് മാത്രമാണ് യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമുക്ക് ടേം കൺസിഡറേഷൻ ഉണ്ട്. ടേംസിന് നമുക്ക് കൺസിഡർ ചെയ്യാണ്ട്. ടേംസ് എങ്ങനെ എഴുതുക? 3 ടേംസ്. ആദ്യം 3 ടേംസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന രീതി A/R AR. കണ്ടോ? 6 കട്ടായി പോയി, മുകളിലും താഴെയും കട്ടായി പോയി. കോമൺ ഡിഫറൻസ് R. അടുത്തത് 4 ടേംസ്. 4 ടേംസ് നമ്മൾ എഴുതുമ്പോൾ A/R ക്യൂബ്. നെക്സ്റ്റ് വൺ A/R. AR and AR ക്യൂബ്. കോമൺ ഡിഫറൻസ് R സ്ക്വയർ. കോമൺ ഡിഫറൻസ് ഈസ് R സ്ക്വയർ. ഓക്കെ അല്ലേ? കോമൺ ഡിഫറൻസ് ഈസ് R സ്ക്വയർ. ഇനി 5 ടേംസ്. 5 ടേംസിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന രീതി ഇവിടെ തന്നെ A/R സ്ക്വയർ, A/R AR സ്ക്വയർ. കോമൺ ഡിഫറൻസ് ഈസ് R. കഴിഞ്ഞ AP-യിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. 4 ടേംസ് അല്ലെങ്കിൽ ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ കോമൺ റേഷ്യോ നമ്മൾ എന്ത് കൊടുക്കുക? R സ്ക്വയർ കൊടുക്കുക. അവിടെ A എഴുതാൻ പാടില്ല, എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോകും. ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ സെൻട്രൽ ഞാൻ ഫിറ്റ് ചെയ്തോ ബാക്കി എല്ലാം കൂടി എഴുതുക. കോമൺ ഡിഫറൻസ് R ആക്കിയിട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇതാണ് നമ്മളുടെ GP-യിൽ നിങ്ങൾ ആകെ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമുള്ള GP-യിൽ ആകെ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി സം ടു ഇൻഫിനിറ്റി. ഇൻഫൈനൈറ്റ് സം എന്ന് പറഞ്ഞാൽ S∝ equal to A/1 minus R. ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. A/1 minus R. സം ടു ഇൻഫിനിറ്റി. GP-യുടെ ഇൻഫൈനൈറ്റ് ടേമിന്റെ സം എന്ന് പറഞ്ഞാൽ A/1 minus R എന്നുള്ള മോഡലിലാണ്. അത് കഴിഞ്ഞാൽ സ്പെഷ്യൽ സീരീസ്. സ്പെഷ്യൽ സീരീസ് ഫസ്റ്റ് 1 plus 2 plus 3 plus ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ n ടേം ഇങ്ങനെ, ലാസ്റ്റ് ടേം n. അങ്ങനെയാണെങ്കിൽ അതിന്റെ സമ്മ് n into n plus 1 divided by 2. n into n plus 1 divided by
2 എന്നുള്ള മോഡലാണ്. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ 2 എന്നുള്ള മോഡൽ. അടുത്തത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ എന്ന രൂപത്തിലാണെങ്കിൽ അതിന്റെ സമ്മ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, അടുത്ത ഇതൊക്കെ നമുക്ക് അറിയുന്ന കൺസെപ്റ്റ് ആണ്. ഇവിടെ നോക്കുക, n സ്ക്വയർ നോക്കിയിട്ട് സമ്മ് ഇവിടെ എങ്ങനെ എഴുതുക? ഇവിടെ n സ്ക്വയർ, അതായത് ഈ nth ടേം നോക്കുക, സമ്മ് എഴുതുക, അത്ര ചെയ്താൽ മതി. അടുത്ത് 1 ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ക്യൂബ്. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ സമ്മ്, ഇതിന്റെ സ്ക്വയർ വരും ഇവിടെ n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ഇത്ര കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന മിക്ക പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. പിന്നീട് ഇതിൽ കുറെ ഇക്വേഷൻസ് ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അതാ ഇഫ് nth ടേം ഓഫ് സീക്വൻസ്, ഒരു സീക്വൻസിന്റെ nth ടേം ഇങ്ങനെ വന്നു, a n പ്ലസ് ബി മോഡലിൽ വന്നാൽ a പ്ലസ് ബി ആണ് ഇവിടുത്തെ ഫസ്റ്റ് ടേം. ഇവിടുത്തെ ഫസ്റ്റ് ടേം എപ്പോഴും a പ്ലസ് ബി ഉണ്ടാവും. എ എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആയിരിക്കും. എ എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസും ആയിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. a n പ്ലസ് ബി എന്നുള്ളത് ഇതൊക്കെ നമ്മൾ 10th പഠിക്കുന്ന കൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇനി നമുക്ക് ഓരോ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് നോക്കാം അല്ലെ. ഒന്നാമത്തെ പ്രോബ്ലം മാർച്ച് 2016 പ്രോബ്ലം. ഇത് നോക്കാം, 5 25 125 ഇങ്ങനെ ഈ സീരീസ് ആട്ടോ. ഒന്നാമത്തെ ആൻസർ ആണ് നമ്മൾ എഴുതുന്നത്. 5 25 125 എക്സെട്ര. ഇതിൽ ഏതാണ് nth ടേം? ഇവിടെ nth ടേം കുറെ മോഡൽ തന്നിട്ടുണ്ട്. n⁵5 തന്നിട്ടുണ്ട്, 5⁻n തന്നിട്ടുണ്ട്, 2n all⁵5 തന്നിട്ടുണ്ട്, 5 പവർ 2n ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ nth ടേം എങ്ങനെ എഴുതാന്ന്? 5 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ, 125 5 ക്യൂബ്, അടുത്തത് 5⁴ എക്സെട്ര, ലാസ്റ്റ് ടേം 5⁻n. ദാറ്റ് ഈസ് സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ്. ഈസി അല്ലേ? ഇനി അടുത്തത് ഫൈൻഡ് ദി സം ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സ് ലൈങ് ബിറ്റ്വീൻ 200 and 1000. നാച്ചുറൽ നമ്പേഴ്സിന്റെ സം നമുക്ക് കണ്ടെത്തണം. 200ന്റെയും 1000ന്റെയും ഇടയിലുള്ളത്. അപ്പൊ 1000 ഇല്ല, 200 ഇല്ല, ഇതിന്റെ ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടോ അതിന്റെ ഒക്കെ സമ്മ് കിട്ടണം. അതാണ് നമ്മളോട് ചോദ്യം. അപ്പൊ അതിന്റെ ഇടയിൽ വിച്ച് ആർ ദ മൾട്ടിപ്പിൾസ് ഓഫ് 10 അല്ലേ? 10ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ 200ന്റെയും 1000ന്റെയും ഇടയിലുള്ള 10ന്റെ മൾട്ടിപ്പിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ടേം അല്ലേ? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ അത് 210. ഓക്കെ, അതെന്താണ്? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ അത് 210. രണ്ടാമത്തത് എൻഡ് ചെയ്യുന്നത് ലാസ്റ്റ് ടേം an, ദാറ്റ് ഈസ് ഈക്വൽ ടു 990. സിമ്പിൾ അല്ലേ? ഇനി ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് കോമൺ ഡിഫറൻസ്. എടാ, ഈ 10ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് 10 എഴുതുക, 5ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് 5 എഴുതുക. ഇതന്നെ പ്രോസസ്സ്. ഇനി ഇവിടെ നമുക്ക് സം എഴുതണം. സം Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം അറിയാലോ അല്ലെ? അപ്പൊ നമുക്ക് ഈ സം ഇത് യൂസ് ചെയ്യാം. n/2 ഇൻറ്റു a പ്ലസ് l യൂസ് ചെയ്യാം. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അത് യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇവിടെ ഏത് വാല്യൂ അറിയില്ല, n-ന്റെ വാല്യൂ നമുക്ക് അറിയില്ല. അപ്പൊ n-ന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിട്ട് നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. ബൈ n ഈക്വൽ ടു an മൈനസ് a ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഇതാണ് നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ഇക്വേഷൻ. നോക്കട്ടോ, an എന്ന് പറഞ്ഞാൽ 990 മൈനസ് 210 ഓൾ ഡിവൈഡഡ് ബൈ d മീൻസ് 10 പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 990 മൈനസ് 210 എന്ന് പറഞ്ഞാൽ that is 790 minus 10, 780 divided by 10 കട്ടായി plus 1, that becomes 79. എത്ര ടേംസ് ഉണ്ട്? 200ന്റെയും 1000ന്റെയും ഇടയിലുള്ള 10ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 79 ടേംസ് ഉള്ളത്. 79 ടേമുകൾ ഉണ്ട്. അപ്പോൾ n ഈക്വൽ ടു 79. ഇത് രണ്ടും കൂടി ഇവിടെ അപ്ലൈ ചെയ്ത ആൻസർ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 79 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ 210 പ്ലസ് l becomes 990. Okay, 990. That is equal to 79 divided by 2 into 210 plus 990 എന്ന് പറഞ്ഞാൽ 1200. That is 1200 divided by 2 എന്ന് പറഞ്ഞാൽ that becomes 600. 79 into 600. Okay. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ ആക്കുമല്ലോ. 79 into 600. ഇതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആൻസർ കിട്ടും കേട്ടോ. അതിവിടെ കംപ്ലീറ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
കാൽക്കുലേറ്റ് ദി സം ഓഫ് n ടേംസ് ഓഫ് ദ സീരീസ്. ഇവിടെ നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്, അതിന്റെ n ടേംസ് ആണ്, n ടേംസ് വരെയുള്ള സമ്മ് കണ്ടെത്തണം അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടാ. ഇതാ an, ഇവിടെ an തന്നിട്ടുണ്ട്, ലാസ്റ്റ് ടേം അതായത് nth ടേം നമുക്ക് തന്ന ഏത് മോഡലാ, ഇങ്ങനെ n into n+3 എന്ന മോഡൽ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദ്യം ഇതാണ്, കാൽക്കുലേറ്റ് ദ സം ഓഫ് n ടേംസ് ഓഫ് ദ സീരീസ്. ആ സീരീസിന്റെ n ടേമിന്റെ സമ്മ് കണ്ടെത്തണം. ആ സീരീസിന്റെ n ടേമിന്റെ സമ്മ കണ്ടെത്തണ്ടേ. ക്വസ്റ്റ്യൻ നോക്കട്ടെ, n ടേം തന്നിട്ടുണ്ട്, ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്ത് സ്പെഷ്യൽ സീരീസിലേക്ക് കൺവേർട്ട് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ആക്കാം. അപ്പോൾ നോക്കുക, ശ്രദ്ധിക്കട്ടാ. That is an equal to n into n, ഇതിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n into n becomes n square plus 3 into n, that is 3n. Sum to n terms, sum to n terms എന്ന് പറഞ്ഞാൽ that is sigma. ഇവിടെ നമ്മൾ n ടേംസിന്റെ സമ്മ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് സിഗ്മ. ഓക്കെ അല്ലേ, യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് സിഗ്മ. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കാം, that is equal to sigma of n square plus 3n, sigma of n square plus 3n, sigma into n square, ഇവിടെ sigma n square plus sigma into 3n, that is equal to sigma n square plus 3 times sigma n. ഈസി അല്ലേ. ഇനി പറ n സ്ക്വയർ എന്ന് പറഞ്ഞ സ്പെഷ്യൽ സീരീസിൽ നമ്മൾ പറഞ്ഞിരുന്നു, n സ്ക്വയർ ലാസ്റ്റ് ടേം ആണ്. ഇത് ഏത് മോഡലാ, 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ ആ മോഡൽ അല്ലേ. അപ്പൊ ഇതിന്റെ സമ്മ എന്താ ഉണ്ടാവുക, സമ്മ് പറ. സം എന്ന് പറഞ്ഞാൽ n into n+1 into 2n+1 divided by 6. അടുത്തത് n, സിഗ്മ into n, 3 ഔട്ട്സൈഡ് കോമൺ ആണ്, ഔട്ട്സൈഡ് എടുത്തപ്പോൾ n ന്റെ സം ഉണ്ടാവുന്നത് n into n+1 divided by 2. ഈ രണ്ട് സം ഞാൻ ഇവിടെ ക്ലബ് ചെയ്ത് എഴുതി, ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ n സ്ക്വയർ എന്ന് പറഞ്ഞാൽ n into n+1 into 2n+1 divided by 6 plus 3 into n into n+1 divided by 2. നോക്കിക്കോ, ഇവിടെ കോമൺ ടേം ആരാളുള്ളത് നോക്കട്ടോ. കോമൺ ടേം കാണാൻ കഴിയുന്നത് ശ്രദ്ധിക്കുക, കോമൺ ടേമിന് കാണാൻ കഴിയുന്നത് ശ്രദ്ധിക്കുക. ഈ 6നെ ഞാൻ എന്ത് ചെയ്ത് മാറ്റി എഴുതി, ഇങ്ങനെ എഴുതി 3 into 2. അപ്പൊ ഒന്നുകൂടി നമുക്ക് ഏകദേശം ഐഡിയ മനസ്സിലാവും. ഇവിടെ n into n+1 ഉണ്ട്, ഇവിടെ n into n+1 ഉണ്ട്. n into n+1 ന്യൂമറേറ്ററിൽ കോമൺ ആണ്, ഡിനോമിനേറ്ററിൽ ആ 2ഉം കോമൺ ആണ്. അപ്പൊ ഞാൻ അതിനെ ഔട്ട്സൈഡ് എടുത്തു, n into n+1 divided by 2 ഔട്ട്സൈഡ് ആക്കി, സ്ക്വയർ ബ്രാക്കറ്റ് 2n+1 divided by 3 അല്ലെ, ബാക്കി 3 അല്ലേ ഉണ്ടാവുക, പ്ലസ് ഈ ടേം മുഴുവൻ പുറത്തു പോകുന്നു, പ്ലസ് 3 ബാക്കിയായി. ഇനി ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്താൽ നമുക്ക് ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. n into n+1 divided by 2 into ഇവിടുന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2n+1, അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 3, 3 into 3 മീൻസ് 9. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ 3, ഓൾ ഡിവൈഡഡ് ബൈ 3. ഓക്കെ അല്ലേ. ഇതാ 2n+9 ഈക്വൽ ടു n into n+1 into ഡിവൈഡഡ് ബൈ 2 into ബാക്കി ടേം വരുന്നത് 2n+9, സോറി 1+9 എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ 3. ഇനി ഇവർ നമുക്ക് ഏതെങ്കിലും ടേമിന് ഔട്ട്സൈഡ് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടായി പോകും, താഴെ ന്യൂമറേറ്റർ സോറി ഡിനോമിനേറ്റർ കട്ടാവും. n into n+1 into ഇവിടുന്ന് 2 ഔട്ട്സൈഡ് എടുക്കുമ്പോൾ 2 into n+5 ഡിവൈഡഡ് ബൈ 2 into 3 എന്ന മോഡലായി. കാരണം കംപ്ലീറ്റ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ക്ലബ് ചെയ്ത് എഴുതാലോ, മുകളിലും താഴെയും 2 ഉണ്ട്, കട്ടായി. ദാറ്റ് ഈസ് ഈക്വൽ ടു n into n+1 into n+5 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഇതാണ് ആ കാണുന്ന nth ടേമിന്റെ സം എന്ന് പറഞ്ഞു. ആ മോഡലിൽ nth ടേം തരികയാണെങ്കിൽ അതിന്റെ സം ഇങ്ങനെ ഉണ്ടാവും, n into n+1 into n+5 divided by 3. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇംപ്രൂവ്മെന്റ് എക്സാം 2016, which among the following represent the sequence whose nth term is. ഇവിടെ nth ടേം തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇതാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് nth ടേം ഗിവൺ ആണ് അല്ലേ. nth ടേം തന്നിട്ടുണ്ട് n/n+1. nth ടേം ഈ മോഡലാണ് തന്നത്, n/n+1. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ടേം ഒക്കെ എഴുതിക്കാം, 1/1+1. അടുത്ത ടേം 2/2+1. അടുത്ത ടേം 3/3+1 എക്സെട്ര ഇങ്ങനെ പോകും. അപ്പൊ 1/1+1 എന്ന് പറഞ്ഞാൽ 1/2, അടുത്ത് 2/3, അടുത്ത് 3/4. ഇനി വരാണ്ടെങ്കിൽ ഇവിടെ 1 2 2 3 3 4 5 6 ഇങ്ങനെയല്ലേ പോവാ. ഇങ്ങനെയുള്ളത് ഇതിലേതാ നോക്കാം. 2 3/2 ഇതല്ല, 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 ഇതുമല്ല. 1/2 അത് കഴിഞ്ഞാൽ 3/4 ആണ് കേട്ടോ. 1/2 കഴിഞ്ഞാൽ 2/3 ആണ് ഇവിടെ ടൈപ്പ് ചെയ്തത്, മാറിയതാണ് കേട്ടോ. 1/2 2/3 3/4 4/5 then 5/6
കേട്ടോ. ടൈപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. യൂസിംഗ് ദ പ്രോഗ്രഷൻ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീരീസ്. ഈ പ്രോഗ്രഷൻ യൂസ് ചെയ്യണം. ഇത് ഏത് പ്രോഗ്രഷൻ, എ പി ആണോ ജി പി ആണോ എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. യൂസിംഗ് ദ പ്രോഗ്രഷൻ നമുക്ക് ചെക്ക് ചെയ്യണം. ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീരീസ്. സീരീസ് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ 5 ടേംസിന് സമ്മ് കണ്ടെത്തിയാൽ മതി. ആ തന്ന സീരീസ് എന്താന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പണി, തന്ന സീരീസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1 + 2/3 + 4/9 + 4/9 + എക്സെട്ര എന്നുള്ള രൂപത്തിലാണ് തന്നിട്ടുള്ളത്. ഇത് എ പി ആണോ ജി പി ആണോ നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. എ പി ആണോ അത് ജി പി ആണോ നമുക്കറിയില്ല. എ പി ആണെങ്കിൽ ഫ്രണ്ടിലെ ടേമിൽ നിന്ന് ബാക്കിലെ ടേം മൈനസ് ചെയ്താൽ ഒരേ നമ്പർ കിട്ടിയാൽ മതി. ഇതാ ഫ്രണ്ടിലെ ടേം 2/3 മൈനസ് ബാക്കിലെ ടേം, ദാറ്റ് ഈസ് 2 - 3 -1/3. ഓക്കെ അല്ലേ? ഇനി 2/3യിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? -1/3 ആഡ് ചെയ്യുമ്പോൾ ഈ ടേം കിട്ടണം. അങ്ങനെയല്ലേ കോമൺ ഡിഫറൻസിന്റെ കൺസെപ്റ്റ്? ആഡ് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 2 - 1 എന്ന് പറഞ്ഞാൽ 1/3. ഒരിക്കലും നമുക്ക് 4/9 കിട്ടില്ല. അപ്പൊ ഇത് എന്തല്ല, എ പി അല്ല. ഇനി ജി പി ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി ജി പി ആണോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം? ഫ്രണ്ടിലെ ടേം ഡിവൈഡഡ് ബൈ ബാക്കിലെ ടേം. ഓക്കെ, ആൻസർ ബിക്കംസ് ഒരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതേ നമ്പറിന് കിട്ടും, മാറ്റൊന്നും വരില്ല. അത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് ബാക്കിലുള്ളതും കൂടി 4/9 ഡിവൈഡഡ് ബൈ 2/3. നോക്കാം, 4/9 ഇൻറ്റു 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 കട്ടായി 2 ദാറ്റ് ബിക്കംസ് 2/3. ഓക്കെ, ആൻസർ ഇവിടെ രണ്ട് സൈഡിലും ഒരേപോലെ കോമൺ റേഷ്യോ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടി കോമൺ റേഷ്യോ. അപ്പോൾ ഇതൊരു ജി പി ആണ്, ഇസ് എ ജി പി. ഈ തന്നിട്ടുള്ളത് ഒരു ജി പി ആണ്. അപ്പൊ നമ്മൾ ആൻസറിൽ എഴുതണം കേട്ടോ, ഈസ് എ ജി പി. ഇതൊരു ജി പി ആണ് നമ്മൾ എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് സ്കോർ ചെയ്തു. ഇനി ഫസ്റ്റ് ടേം, ജി പിയുടെ ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം കോമൺ റേഷ്യോ 6 എന്ന് പറഞ്ഞാൽ 2/3. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ജി പി, ജി പിയുടെ സം ഓഫ് ജി പി ദാറ്റ് ഈസ് എസ് എൻ ഈക്വൽ ടു എ ഇൻറ്റു 1 - r/n ഡിവൈഡഡ് ബൈ 1 - r. ഇതാണ്. r നോട്ട് ഈക്വൽ ടു 1 ആണല്ലോ, ആറിന്റെ വാല്യൂ 1 അല്ല. അപ്പൊ ഈ സം യൂസ് ചെയ്താൽ മതി. ഇത് തിരിച്ചെഴുതിയിട്ടൊക്കെ നമ്മൾ 2-3 ടൈപ്പിൽ സം നമ്മൾ നോട്ടിലെ തിയറി പറഞ്ഞപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. ഇത്ര ഓർത്തിരുന്നാൽ മതി. എ ഇൻറ്റു 1 - r/n ഡിവൈഡഡ് ബൈ 1 - r വെൻ r നോട്ട് ഈക്വൽ ടു 1. r ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ എ എന്ന് മനസ്സിലാക്കിയാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്റെ വാല്യൂ 1 ഇൻറ്റു 1 - 5 ടേമിന്റെ സമ്മല്ലേ. അപ്പോ n ഈക്വൽ ടു 5. നോക്കിക്കോട്ടാ, n ടേമിന്റെ സം എന്നല്ല പറഞ്ഞത്, 5 ടേമിന്റെ സമ്മാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ 1 - r/5 എന്ന് പറഞ്ഞാൽ ആറിന്റെ വാല്യൂ ദാറ്റ് ഈസ് 2/3 all/5 all ഡിവൈഡഡ് ബൈ 1 - 2/3. ഓക്കെ അല്ലേ? 1 - 2/3 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ എഴുതുമ്പോഴേ 1 എഴുതേണ്ട ആവശ്യമില്ല. 1 - 2/5 ഡിവൈഡഡ് ബൈ 3/5 all ഡിവൈഡഡ് ബൈ 3 - 2 എന്ന് പറഞ്ഞാൽ 1/3. ഓക്കെ, ഇവിടെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1/3 ദാറ്റ് ബിക്കംസ്, ഈ 3 നേരെ മുകൾക്ക് പോട്ടോ. ഇവിടെ നമ്മൾ ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഈസ് 3/5 - 2/5 all ഡിവൈഡഡ് ബൈ 3/5 ഇൻറ്റു 3. ഓക്കെ, ഇൻറ്റു 3 താഴെയുള്ള 1/3 നേരെ മുകൾക്ക് റെസിപ്രോക്കലായി മുകളിലെത്തി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 3/5 3 കൂടി കട്ടാക്കിയപ്പോൾ 3/5 - 2/5 all ഡിവൈഡഡ് ബൈ 3/4. ഇതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാം. ഇങ്ങനെ 3/5 ഡിവൈഡഡ് ബൈ 3/4 മൈനസ് 2/5 എന്ന് പറഞ്ഞാൽ 32 അല്ലെ. 2/5 എന്ന് പറഞ്ഞാൽ 32 ഡിവൈഡഡ് ബൈ 3/4 ദാറ്റ് ബിക്കംസ് 81. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ കട്ടായി 3 - 32 ഡിവൈഡഡ് ബൈ 81. ആൻസർ ബിക്കംസ്, ഇവിടെ നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ഇങ്ങനെ 3 × 81 എന്ന് പറഞ്ഞാൽ 8 × 3 243 minus 32 divided by 81 that is equal to 211 divided by 81. ഓക്കെ, ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടാവും നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യണം കേട്ടോ. ഇതൊന്ന് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് 243 minus 30 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 213 minus 211 divided by 81. യെസ്, 211 divided by 81. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ ഇതേ ടൈപ്പ് കുറെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ഇതും ചെയ്യും, അത് കഴിഞ്ഞാൽ മറ്റൊന്നും ചെയ്യും, പിന്നെ ചെയ്യൂല കേട്ടോ. അപ്പൊ ഇത് ആൻസർ ആയി. ഇനി അടുത്തത്
തന്നിട്ടുള്ളത് ഗിവൺ 0.6 പ്ലസ് 0.66 പ്ലസ് 0.666 പ്ലസ് എക്സെട്ര എന്നുള്ള മോഡലാണ്. ഈ ടൈപ്പ് കുറേ ക്വസ്റ്റ്യൻസ് വരും, ഇങ്ങനെ വരും 7 പ്ലസ് 77 പ്ലസ് 777 പ്ലസ് എക്സെട്ര, അല്ലെങ്കിൽ ഇങ്ങനെ 8 പ്ലസ് 88 പ്ലസ് 888 പ്ലസ് എക്സെട്ര, 3 പ്ലസ് 33 പ്ലസ് 333 പ്ലസ് എക്സെട്ര. അടുത്തത് 4 പ്ലസ് 44 പ്ലസ് 444 പ്ലസ് എക്സെട്ര. ഇപ്പോൾ 7 ഇനി 6 ഇങ്ങനെ വരാം, 6 പ്ലസ് 66 പ്ലസ് 666 പ്ലസ്. ഇതൊക്കെ സെയിം ക്വസ്റ്റ്യൻ ആണ്, ഒക്കെ ചെയ്യുന്നത് ഒരേ മെത്തേഡാണ്. 9 കൊണ്ട് മൾട്ടിപ്ലൈ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ 6നെ പുറത്തേക്ക് എഴുതി, 6 ഇൻറ്റു 0.1 പ്ലസ് 0.11 പ്ലസ് 0.111 പ്ലസ് എക്സെട്ര. 6നെ ഞാൻ ഔട്ട് സൈഡ് ആക്കി. അടുത്ത പ്രോസസ് ഞാൻ ചെയ്യുന്നത് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡഡ് ബൈ 9. 9 കൊണ്ട് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്തു. എനിക്ക് ഇതിനെ കംപ്ലീറ്റ് സ്ക്വയർ രൂപത്തിലേക്ക് മാറ്റി ഇതിനെ ജി പിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇത് എ പി ജി പി ഒന്നും അല്ല കേട്ടോ, ഇത് എ പി അല്ല ജി പി അല്ല, നമ്മൾ ചെക്ക് ചെയ്യുക. കാരണം ഫസ്റ്റ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് അല്ലെങ്കിൽ ഫ്രണ്ട് ഡിവൈഡഡ് ബൈ ബാക്ക് സൈഡ് എന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈക്വൽ എലമെന്റ് ഒന്നും അല്ല കിട്ടുക. അപ്പോൾ ഈ ക്വസ്റ്റ്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് ഈക്വൽ 6/9 ഡിവൈഡ് ചെയ്തു. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.9 പ്ലസ് 0.99 പ്ലസ് 0.999 പ്ലസ് എക്സെട്ര. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടി ഞാൻ ഇതിനെ മാറ്റി ചെയ്തു. കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോട്ടെ, 0.9 ഇങ്ങനെ എഴുതാൽ എനിക്ക് 0.9 ഇങ്ങനെ 10 മൈനസ് 0.9നെ 1 മൈനസ് 0.1 ഇതാ 0.9 1 മൈനസ് 0.1 അല്ലടാ. അപ്പോൾ ഇതാ 1 മൈനസ് 1/10. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ അങ്ങനെ എഴുതാലോ, ഇതിനെങ്ങനെ 0.11. അപ്പോൾ ഇങ്ങനെ എഴുതും 1/1/100 ഇങ്ങനെ മാറ്റി ചെയ്ത് ഞാൻ ഓരോ ടേംസിനെയും മാറ്റി ചെയ്തു. അപ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ, കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, എന്താ ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ നോക്കുക. ദാറ്റ് ഈസ് 6/9 ഇൻറ്റു 1 മൈനസ് 1/10 പ്ലസ് 1 മൈനസ് 1/100 പ്ലസ് 1 മൈനസ് 1/1000 പ്ലസ് എക്സെട്ര. ഓക്കെ, എഴുതിയ മനസ്സിലായല്ലോ. ഈ സ്റ്റെപ്പിൽ നിന്ന് ഈ സ്റ്റെപ്പിലേക്ക് എഴുതിയ ഫ്രാക്ഷൻ വരികയാണെങ്കിൽ, ഏത് മോഡലും ഫ്രാക്ഷൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിലും ഈ ഒരു ടൈപ്പിൽ ഇങ്ങനെ ഡബിൾ ആയി അല്ലെങ്കിൽ ട്രിപ്പിൾ ആയി വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണി ഈ പരിപാടികളാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6/9 ഇൻറ്റു ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 1 മൈനസ് 1/10 പ്ലസ് 1 മൈനസ് 1/10 സ്ക്വയർ. ഓക്കെ അല്ലേ, പ്ലസ് 1 മൈനസ് 1/10 ക്യൂബ് പ്ലസ് എക്സെട്ര. ഈ മോഡലിലാണ് വരിക, ഈ ഒരു ടൈപ്പിൽ വരും. ഓക്കെ, ഈ ഒരു ടൈപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6/9 ഇൻറ്റു ഇതിനെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ആദ്യം 1 ഒക്കെ പ്ലസ്സിലല്ല, അപ്പോൾ പ്ലസ് ഒക്കെ എഴുതി 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര. ഇനി മൈനസിനൊക്കെ ഉണ്ട് പുറത്തേക്ക് എഴുതിയപ്പോൾ ചെറിയൊരു ബ്രാക്കറ്റ്, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ചെറിയൊരു ബ്രാക്കറ്റ്. ഫസ്റ്റ് ടേം 1/10 പ്ലസ് 1/10 1/10 സ്ക്വയർ പ്ലസ് 1/10 ക്യൂബ് പ്ലസ് എക്സെട്ര എന്നുള്ള മോഡലിലായി ക്വസ്റ്റ്യൻ. ഇവിടുന്ന് 1/10 കോമൺ അല്ലേ, 1/10 ഔട്ട് സൈഡ് ആക്കി. അവിടുന്ന് ഔട്ട് സൈഡ് ഇങ്ങോട്ട് ഔട്ട് സൈഡ് വരണില്ല, അവിടെ തന്നെ ഔട്ട് സൈഡ് ആവും. ഇത് ഫസ്റ്റ് ടേം മൈനസ് സെക്കൻഡ് ടേം എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ 0 ആണ്. സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം എന്ന് ചെയ്താൽ ഇതൊരു ജി പി ആണ്, കോമൺ റേഷ്യോ 1 ആണ്. ജി പി ആണ്, കോമൺ റേഷ്യോ 1 ആണ്. അതുകൊണ്ട് ഇതിന്റെ സമ്മ് വെൻ ആർ ഈക്വൽ ടു 1 ദാറ്റ് ഈസ് n ഇൻറ്റു 1 എന്ന രൂപത്തിലാണ്. ഇവിടെ ജി പി ആണ്, പക്ഷെ ആ 1/10 ഞാൻ ഔട്ട് സൈഡ് ചെയ്തു. ദാറ്റ് ഈസ് 6/9 ഇൻറ്റു n മൈനസ് 1/10 ഇൻറ്റു 1 പ്ലസ് 1/10 പ്ലസ് 1/10 സ്ക്വയർ പ്ലസ് 1/10 ക്യൂബ് പ്ലസ് എക്സെട്ര. ഇതാണ് വാല്യൂ. ഓക്കെ അല്ലേ, ഈ വാല്യൂസിൽ നമുക്ക് എത്തും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6/9 ഇൻറ്റു n മൈനസ് 1/10. എടാ ഇതൊരു ജി പി അല്ലേ, 1/10 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ 1/10, 1/10 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1/10 എന്ന് പറഞ്ഞാൽ 1/10. ഇതൊരു ജി പി ആണ്. ഇതിന്റെ ഫസ്റ്റ് ടേം a ഈക്വൽ ടു 1, കോമൺ റേഷ്യോ ഈക്വൽ ടു 1/10. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സമ്മ് ഇതൊക്കെ ആഡ് ചെയ്തിരിക്കുന്ന മോഡൽ അല്ലേ, ഇതിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ a ഇൻറ്റു 1 മൈനസ് r റേസ്റ്റ് n ഡിവൈഡഡ് ബൈ 1 മൈനസ് r. ഇങ്ങനെയല്ലേ, അപ്പൊ ഇത് നേരെ ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാം. അതാ സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് a ഇൻറ്റു 1 ഇൻറ്റു 1 മൈനസ്
R raised to n നേരിട്ട് എഴുതിട്ടോ 1/10 raised to n divided by 1 minus 1/10. Okay അല്ലേ? 1 minus 1/10 equal to 6/9 into square bracket of n minus 1/10 into bracket of 1 minus 10 raised to n 1 minus 1/10 raised to n divided by ഇവിടെ കട്ടാക്കുമ്പോൾ 9/10. ഓക്കെ ആണല്ലോ? 9/10. ഇനി ഈ 9/10 ഇങ്ങനെ കറങ്ങി മേലേക്ക് എത്തൂലേ? ഇത് റെസിപ്രോക്കൽ ആയി. ദാറ്റ് ഈസ് 6/9 into n minus 1/10 into 1/10 into 10/9 into 1 minus 1/10 raised to n. റെഡി അല്ലേ? ഇത് കട്ടായി. ഇത് കട്ടായ സമയത്ത് വേണമെങ്കിൽ നമുക്ക് 6-നുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 6-നുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6n divided by 9 minus 6 divided by 9 into 9 എന്ന് പറഞ്ഞാൽ 81 into 1 minus 1/10 raised to n. ഇതാണ് ഈ ടേമിന്റെ സം എന്ന് പറഞ്ഞത്. ഓക്കെ, ആ സീക്വൻസിന്റെ സം. അപ്പൊ അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് ആ ഉള്ള എലമെന്റ് ഏതാണോ അതിലൊരു എലമെന്റിന് ഔട്ട് സൈഡ് ആക്കുക. അത് കംപ്ലീറ്റ് 1ന്റെ ലാംഗ്വേജിലേക്ക് ചേഞ്ച് ചെയ്യുക. എന്നിട്ട് അതിന് എന്ത് ചെയ്യുക? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനെ 10ലേക്ക് കൺവേർട്ട് ചെയ്യുക, പിന്നെ 10ന്റെ പവറുകളാക്കി എഴുതുക. 10ന്റെ പവർ ആക്കി എഴുതി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിക്കോളും? ഒരു GP ആയിക്കോളും. ഫസ്റ്റ് ടേം കോമൺ റേഷ്യോ ഒക്കെ കിട്ടും. GP കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സമ്മ യൂസ് ചെയ്താൽ വളരെ പെട്ടെന്ന് ആൻസർ ആവും. ഓക്കെ, ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സം ഓഫ് ഇൻഫൈനൈറ്റ് സീരീസ് 1/3 1/9 എക്സെട്ര സം ടു ഇൻഫൈനൈറ്റ് സീരീസ്. അപ്പൊ ഇത് എങ്ങനെയായാലും ഒരു GP ആയിരിക്കും. അപ്പോൾ a equal to 1. ഇനി ഇതിന്റെ കോമൺ റേഷ്യോ കിട്ടാൻ വേണ്ടിതാ 1/3 divided by 1. ആൻസർ ബിക്കംസ് 1/3. കോമൺ റേഷ്യോ ഈക്വൽ ടു 1/3. ഇവിടെ തന്നെ ചെയ്യാത്ത ആൻസർ, ഇവിടെ തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. അധികം ഒന്നും സമയത്തിന്റെ ആവശ്യമില്ല. ഇതാ എസ് ആൽഫ ഈക്വൽ ടു ഇൻഫൈനൈറ്റ് ടേമിന്റെ സം അല്ലേ? എസ് ആൽഫ a/1 മൈനസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു a/1/1 മൈനസ് 1/3. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ കട്ടാവുമ്പോൾ 1/2/3. ആൻസർ ബിക്കംസ് 1/2/3 എന്ന് പറഞ്ഞാൽ 3/2. ആൻസർ ഉണ്ടോ നോക്കാം. ദാറ്റ് ഈസ് 3/2. ഇതിൽ രണ്ട് ഓപ്ഷൻ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒന്ന് 2/3, വീണ്ടും 2/3. ഇതിൽ ഏതോ ഒരു ഓപ്ഷൻ 3/2 ആണ്. ഓക്കെ, ടൈപ്പ് ചെയ്തതിൽ മാറിയതാണ്. ആൻസർ ബിക്കംസ് 3/2. ഓക്കെ അല്ലേ? അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി സം ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സ് ലൈങ് ബിറ്റ്വീൻ 100 and 1000 വിച്ച് ആർ ദ മൾട്ടിപ്പിൾസ് ഓഫ് 5. നമ്മൾ മൾട്ടിപ്പിൾസ് ഓഫ് 10 ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, എന്നാലും ഒന്നും കൂടി സോൾവ് ചെയ്യാം. 100ന്റെയും 1000ന്റെയും ഇടയിലുള്ള 5ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? 100ന്റെയും 1000ന്റെയും ഇടയിലുള്ള 5ന്റെ മൾട്ടിപ്പിൾസ്. അപ്പോൾ എ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 105, ലാസ്റ്റ് ടേം an എന്ന് പറഞ്ഞാൽ 995. കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 5. സം ദാറ്റ് ഈസ് സം Sn ഈക്വൽ ടു n/2 ഇൻറ്റു a പ്ലസ് എൽ. n/2 into a plus l. n കണ്ടെത്തണം. That is becomes n equal to an minus a divided by d plus 1. an 995 minus a 105 divided by d 5 plus 1. That is equal to 995 minus 100 എന്ന് പറഞ്ഞാൽ 895 minus 5. That is 890 divided by 5 plus 1. That is equal to 890 divided by 5 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 10 കൊണ്ടാണെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 89ന്റെ ഡബിൾ വരുന്നത് that is equal to 178 plus 1 equal to 179. That becomes n equal to 179. n equal to 179. Then sum equal to 179 divided by 2 into a plus l 105 plus 995. That is equal to 179 divided by 2 into 105 plus 995 എന്ന് പറഞ്ഞാൽ 1100. That is equal to കട്ടായി 550 179 into 550. ഓക്കെ, ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. ഓക്കെ, സ്വന്തമായി ചെയ്യുമല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതാ ഈ ക്വസ്റ്റ്യനും കൂടി ഞാൻ ആൻസർ ചെയ്യും. ഇത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഫുള്ള് നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ട ആൻസേഴ്സ് ആട്ടോ. ഇതെല്ലാം പിന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സാമിന് ആകെ സീക്വൻസ് സീരീസിൽ നിന്ന് ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ക്വസ്റ്റ്യന് ഈ ചോദ്യമാണ്. സം ടു n ടേംസ് ഓഫ് ദ സീരീസ്
A8888 അല്ലെങ്കിൽ 77777 എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ 2020 നിങ്ങൾ എഴുതിയ എക്സാമിൽ ഇതിൽ 7ലാണ് ചോദിച്ചത്. അപ്പോൾ അതേ ക്വസ്റ്റ്യൻ ആണ്, ഒക്കെ ഒരേ കൺസെപ്റ്റ് ആണ്, കറക്റ്റായി ശ്രദ്ധിക്കുക. സെക്കൻഡ് ഓക്കെ, തേർഡ് വൺ ക്വസ്റ്റ്യൻ എന്താ 8 പ്ലസ് 88 പ്ലസ് പ്ലസ് എക്സെട്ര. ഇതിന്റെ സമ്മാണ് കിട്ടേണ്ടത് അല്ലേ? ഇതിന്റെ സമ്മ് കിട്ടണമെങ്കിൽ ആദ്യം 8 ഇവിടുന്ന് 8 ഔട്ട് സൈഡ് എടുത്ത 1 പ്ലസ് 11 പ്ലസ് 111 പ്ലസ് എക്സെട്ര എന്നുള്ള മോഡലായി. ഓക്കെ അല്ലേ? എക്സെട്ര എന്നുള്ള രൂപത്തിലായി ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡഡ് ബൈ 9. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. അപ്പൊ എങ്ങനെ ഉണ്ടാവുക നോക്കാം. ആൻസർ ബിക്കംസ് 8/9 ഇൻറ്റു 9 പ്ലസ് 9 കൊണ്ട് എല്ലാ ടൈമിലും ഡിവൈഡ് ചെയ്തു കേട്ടോ. സോറി, മൾട്ടിപ്ലൈ ചെയ്തു, അതേപോലെ ഡിവൈഡ് ചെയ്തു. ആൻസറിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ലല്ലോ. 999 99 പ്ലസ് 999 പ്ലസ് എക്സെട്ര. ഓക്കെ, അടുത്ത ടേം ഇവിടെ 10ന്റെ ലാംഗ്വേജിൽ എഴുതുക. ദാറ്റ് ഈസ് 8/9 ഇൻറ്റു 10 മൈനസ് 1 പ്ലസ് 99 എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ മൈനസ് 1 പ്ലസ് അടുത്ത് 10 ക്യൂബ് മൈനസ് 1 പ്ലസ് എക്സെട്ര. സിമ്പിൾ അല്ലേ? ഓക്കെ, കൺവേർട്ട് ചെയ്ത് മനസ്സിലായല്ലോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ആക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, സോറി, അടുത്ത സ്റ്റെപ്പിൽ 8/9 ഇൻറ്റു 10 മൈനസ് 1 പ്ലസ് 10 സ്ക്വയർ മൈനസ് 1 പ്ലസ് 10 ക്യൂബ് മൈനസ് 1 പ്ലസ് എക്സെട്ര എന്നുള്ള രൂപത്തിലാണ്. എല്ലാ ടേമും ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 8/9 ഇൻറ്റു 10 പ്ലസ് 10 സ്ക്വയർ പ്ലസ് 10 ക്യൂബ് പ്ലസ് എക്സെട്ര മൈനസ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇവിടെ കാരണം ഒക്കെ 1 ആണ്. ഇതൊരു ജി പി അല്ലേ? ഇത് ജി പി ആണെങ്കിൽ ഫസ്റ്റ് ടേം, ഇതിന്റെ ഫസ്റ്റ് ടേം 10, കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ ബൈ 10, അതും 10 തന്നെയാണ്. സിമ്പിൾ ആണ്. ഇവിടുത്തെ സമ്മ് SN എന്ന് പറഞ്ഞാൽ ദാറ്റ് ബിക്കംസ് N. ഓക്കെ അല്ലേ? ഇനി നേരിട്ട് ഇവിടെ അങ്ങനെ രണ്ട് സമ്മിന്റെ സ്പ്ലിറ്റ് ആക്കി എഴുതാം. ദാറ്റ് ഈസ് 8/9 ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് ചെറിയ ബ്രാക്കറ്റ് അതിൻ്റെ അകത്ത് സമ്മ് കാണാനുള്ള ഫോർമുല SN ഈക്വൽ ടു A ഇൻറ്റു 1 മൈനസ് R റേസ്റ്റ് ഡിവൈഡഡ് ബൈ 1 മൈനസ് R. ഓക്കെ അല്ലേ? A ഇൻറ്റു 1 മൈനസ് R റേസ്റ്റ് ഡിവൈഡഡ് ബൈ 1 മൈനസ് R. അപ്പൊ എങ്ങനെ ഉണ്ടാവുക? A ഇൻറ്റു 1 മൈനസ് R റേസ്റ്റ് ഡിവൈഡഡ് ബൈ 1 മൈനസ് R. സിമ്പിൾ അല്ലേ? മൈനസ് EN. ഇനി അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 8/9 ഇൻറ്റു ഇവിടെ മാറ്റി എഴുതാം 10 ഇൻറ്റു ഇവിടെ 1/10. ഈ 1 മൈനസ് 10 ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഒന്ന് തിരിച്ചെഴുതി, മുകളിലും തിരിച്ചെഴുതിയാൽ മതി. ഇങ്ങനെ 10 റേസ്റ്റ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 10 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 9 മൈനസ് N ഇസ് ദ ആൻസർ. ഓക്കെ അല്ലേ? ഈ 9 ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 80 ഡിവൈഡഡ് ബൈ 81 മൈനസ് എന്ത് വരും? 8/9 എന്നൊക്കെ വരും. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതുവരെ എഴുതിയാൽ ആ ടേമിന്റെ സമ്മായി ഫൈനൽ ആൻസർ ആയി മാറി. ഓക്കെ അല്ലേ? ഇവിടെ നമ്മളെ 1 മൈനസ് 10 എന്ന് പറഞ്ഞാൽ മൈനസ് 9 ആണ്. പക്ഷെ ഞാൻ മുകളിൽ ഒന്നുകൂടി തിരിച്ചു എഴുതിയത് കൊണ്ട് അത് പ്ലസ് 10 എന്ന് എഴുതിയതാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ. ഈ വർഷത്തിൽ നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. 6th ടേം ഓഫ് ദ ജി പിയുടെ 6th ടേം ആണ് കണ്ടെത്തേണ്ടത്. 6th ടേം വേഗം കിട്ടും, നോക്കിക്കോ. ഈ ടേം നോക്കാം, 1/2. അത് കഴിഞ്ഞാൽ 1/4 എന്ന് പറഞ്ഞാൽ 1/2 സ്ക്വയർ. അത് കഴിഞ്ഞാൽ 1/8 എന്ന് പറഞ്ഞാൽ 1/2 ക്യൂബ്. അടുത്ത ടേം എഴുതാം 1/2⁴. അത് കഴിഞ്ഞാൽ 1/2⁵. എത്രാമത്തെ ടേം? 6th ടേം അല്ലേ? അപ്പൊ 1 2 3 4 5. അടുത്ത് 1/2⁶. അപ്പൊ 6th ടേം എന്ന് പറഞ്ഞാൽ 1/2⁶. 1/2⁶. സിമ്പിൾ അല്ലേ? അടുത്തത് സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് GP ഈസ് 13/12. ദെയർ പ്രൊഡക്റ്റ് ഈസ് -1. ഫൈൻഡ് ദ കോമൺ റേഷ്യോ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓഫ് എ GP എന്നല്ലേ ചോദിച്ച്? GP ഓഫ് എ GP ഏതാണ്? GP തന്നിട്ടുള്ളത് സം ഓഫ് 3 ടേം. സം ഓഫ് ദ 3 ടേം എന്ന് പറഞ്ഞാൽ 13/12 ആൻഡ് പ്രൊഡക്റ്റ് ഈസ്, അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ -1.
നോക്കിക്കോട്ടാ, 3 ടേംസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. 3 ടേം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ 3 ടേമിന് ജി പി നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യാം? 3 ടേംസ് 3 ടേംസ് ഓഫ് ജി പി. ഇത് ബൈഹാർട്ട് ആക്കി വെക്കണം. കാരണം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കട്ടായി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ടേംസിന് എടുത്തത്. കാരണം നമുക്ക് ഇവിടെ കാണാം 3 ടേംസ് ഓഫ് ദ ജി പി, ദാറ്റ് ഈസ് എ ബൈ ആർ പ്ലസ് എ പ്ലസ് എ ആർ. 3 ടേംസിന്റെ സം എന്ന് പറഞ്ഞാൽ 13/12 ആണ്. ഓക്കെ ആണല്ലോ, 13/12. ഇനി അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ that is a by r into a r equal to -1. That is a cube equal to -1. a becomes -1. അങ്ങനെ തന്നെയല്ലേ വരിക? പ്ലസ് ഓർ -1 വരില്ലല്ലോ. കാരണം പവറിൽ ഓടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഷാർപ്പ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പോൾ a സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 എന്ന് വന്നിട്ട് കോംപ്ലക്സ് നമ്പർ ഒരിക്കലും ചെയ്യാൻ പറ്റൂല അല്ലേ? അപ്പൊ a equal to -1. ഇനി ഇവിടെ അപ്ലൈ ചെയ്യാം. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തോ. അപ്പൊ നമുക്ക് കോമൺ റേഷ്യോ -1 ആണെന്ന് കിട്ടി. കോമൺ റേഷ്യോ കിട്ടിയാൽ ഇനി നമുക്ക് എന്ത് കിട്ടണം? ഫസ്റ്റ് ടേം കിട്ടണം. ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യും. ഇതാ a by -1 സോറി a by r പ്ലസ് a പ്ലസ് a r ഈക്വൽ ടു 13/12. a എന്ന് പറഞ്ഞാൽ -1/r പ്ലസ് -1 പ്ലസ് -1 ഇൻറ്റു r ഈക്വൽ ടു 13/12. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി കൺവേർട്ട് ചെയ്യും കേട്ടോ. നന്നായി ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ എഴുതുന്ന മാറ്റങ്ങളൊക്കെ കറക്റ്റായി നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/r മൈനസ് r -1 ഈക്വൽ ടു 13/12. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 മൈനസ് r സ്ക്വയർ ഡിവൈഡഡ് ബൈ r -1 ഈക്വൽ ടു 13/12. 13/12 ഓക്കെ അല്ലേ? 13/12 ഈക്വൽ ടു -1 r സ്ക്വയർ സോറി -1 മൈനസ് r സ്ക്വയർ മൈനസ് r ഓൾ ഡിവൈഡഡ് ബൈ r ഈക്വൽ ടു 13/12. ഇനി വാല്യൂ ചേഞ്ച് ചെയ്ത് നോക്കുക. r സ്ക്വയർ മൈനസ് ഇവിടെ ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് രൂപത്തിലല്ലേ? ഈ r അങ്ങോട്ട് പോട്ടെ, ഈ 12 ഇങ്ങോട്ട് വരട്ടെ. ദാറ്റ് ഈസ് 12 ഇൻറ്റു -1 മൈനസ് r സ്ക്വയർ മൈനസ് r ഈക്വൽ ടു 13r. That is equal to -12 r square -12 into r -13 into r equal to 0. എല്ലാ ടേമിൽ നിന്ന് മൈനസിനെ ഔട്ട്സൈഡ് ആക്കി അങ്ങോട്ട് പോട്ടെ. ദാറ്റ് ഈസ് 12 പ്ലസ് 12 r സ്ക്വയർ പ്ലസ് 12 r പ്ലസ് 13 r ഈക്വൽ ടു 0. ഒക്കെ പ്ലസ് ആയി, എല്ലാ ടേമും പ്ലസ് ആയി മാറി. ഇനി ആഡ് ചെയ്യാനുള്ള സബ്ട്രാക്ട് ചെയ്യാനൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 r സ്ക്വയർ പ്ലസ് 12 പ്ലസ് 13 എന്ന് പറഞ്ഞാൽ 25 r പ്ലസ് 12 ഈക്വൽ ടു 0. പ്ലസ് 12 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ രൂപത്തിലായാലേ ഇത് നമ്മൾ അപ്ലൈ ചെയ്യും. -b പ്ലസ് ഓർ -b സ്ക്വയർ -4a ഡിവൈഡഡ് ബൈ 2a ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ആൻസർ കിട്ടും. ആ ആൻസർ നിങ്ങൾ ചെയ്യണം, ഇവിടെ അപ്ലൈ ചെയ്യാം. -b പ്ലസ് ഓർ √b സ്ക്വയർ -4ac ഡിവൈഡഡ് ബൈ 2a ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഉത്തരം കിട്ടും. ആ ആൻസർ എന്ന് പറഞ്ഞാൽ r ഈക്വൽ ടു -3/4 അല്ലെങ്കിൽ r ഈക്വൽ ടു -4/3. ഇങ്ങനെയുള്ള 2 ആൻസറാണ് അവിടെ കിട്ടുക. നിങ്ങൾ സോൾവ് ചെയ്യുമല്ലോ. ഓക്കെ, അത് സോൾവ് ചെയ്യണം കേട്ടോ. അത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ r ഈക്വൽ ടു -3/4 അല്ലെങ്കിൽ r ഈക്വൽ ടു -4/3 എന്നുള്ള ഒരു ആൻസർ കിട്ടും. ഇനി ഇവിടെ a ഈക്വൽ ടു നമുക്ക് കിട്ടി -1, ഇവിടെയും കിട്ടി a ഈക്വൽ ടു -1. നമ്മളോട് ചോദ്യം ചോദിച്ചത് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ടേം എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഫൈൻഡ് കോമൺ റേഷ്യോ ആൻഡ് ടേം. ഇപ്പോൾ കോമൺ റേഷ്യോ നമുക്ക് 2 രീതിയിൽ കോമൺ റേഷ്യോ കിട്ടി. കാരണം ഒരു ക്വാഡ്രാറ്റിക് ആകുമ്പോൾ കോമൺ റേഷ്യോ ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ ഉണ്ടാവും നമുക്കറിയാം. അപ്പോൾ 2 കോമൺ റേഷ്യോ കിട്ടി. ആ 2 കോമൺ റേഷ്യോ വെച്ചിട്ട് നമ്മൾ ടേംസ് എഴുതണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടേംസ് ഏതാണ്? ദ ടേംസ് ആർ. ഏത് രൂപത്തിൽ നമ്മൾ ടേംസിനെ കൺസിഡർ ചെയ്ത് a by r a, a r എന്ന രൂപത്തിലല്ലേ? അപ്പോൾ ടേംസ് എഴുതുമ്പോൾ വെൻ r ഈക്വൽ ടു -3/4 എങ്ങനെ വരും? a ഈക്വൽ ടു -1. ടേംസ് എങ്ങനെ ഉണ്ടാവുക പറ. ഇവിടെ അപ്ലൈ എന്റെ വാല്യൂ ആറിന്റെ വാല്യൂ ഇവിടെ അപ്ലൈ -1/3/4. അടുത്ത ടേം എന്റെ വാല്യൂ -1. അടുത്തത് -1 ഇൻറ്റു -3/4. ദ ടേംസ് ആർ. ഇതിന്റെ റെസിപ്രോക്കൽ അല്ലേ? ഇത് രണ്ടും മൈനസ് കട്ടായി പോയി. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 4/3 -1 -3/4. ഇതാണ് ടേം ഉണ്ടാവുന്നത്. വെൻ r ഈക്വൽ ടു -3 ആകുമ്പോൾ ടേം ഇങ്ങനെ ഉണ്ടാവുക. അടുത്ത് r ഈക്വൽ ടു -4/3 then a ഈക്വൽ ടു -1. അപ്പോൾ ടേംസ് a by r
AR. Okay അല്ലേ? A by R minus 1 by minus 4 divided by 3, A എന്ന് പറഞ്ഞാൽ minus 1, AR എന്ന് പറഞ്ഞാൽ minus 1 into 4 by 3. Okay, minus 1 into 4 by 3. 1 by 4 by 3 എന്ന് പറഞ്ഞാൽ 3 by 4, minus 1, that is 4 by 3. Okay അല്ലേ? ഇത് രണ്ടും കൂടിയുള്ള ഡിഫറൻസ് നോക്കാം. ആദ്യം 4 by 3, പിന്നെ -1, പിന്നെ 3 by 4. ആദ്യം 3 by 4, പിന്നെ -1, പിന്നെ 4 by 3. ഇതാണ് രണ്ട് ടേംസ്. ദ ടേംസ്, ഇതാണ് ടേംസ് ഓഫ് ദ GP. ആ GPയിലെ ടേംസ് ഈ മോഡലാണ്. ഓക്കെ അല്ലേ? അപ്പൊ ക്വാഡ്രാറ്റിക് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്തിട്ട് ഈ ആൻസറിൽ എത്തുന്നുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സം ടു, ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഫൈൻഡ് ദ സം ടു n ടേംസ് ആണ് കേട്ടോ. m ടേംസ് എന്ന് ടൈപ്പ് ചെയ്തതിൽ കൊണ്ട് മിസ്റ്റേക്ക് ആണ്. അപ്പൊ നോക്കുക, അതാ n ടേംസ് ഓഫ് ദ സീരീസ്. തന്ന സീരീസ് ഏതാ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആട്ടോ. ഫൈൻഡ് ദ സം ടു m ടേംസ് അല്ലെങ്കിൽ n ടേംസ് ഓഫ് ദ സീരീസ് 3 into 1 square plus 5 into 2 square plus 7 into 3 square plus etc. എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ ഇതിന് എഴുതുന്നത് 3 into 1 square plus 5 into 2 square plus 7 into 3 square plus etc. എന്നുള്ള രൂപത്തിലാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒന്നിൽ കൂടുതൽ ടേംസ് അല്ലെങ്കിൽ സീരീസ് ക്ലബ്ബ് ചെയ്ത് വന്നപ്പോൾ എന്താ ചെയ്യാന്നാണ്. ഒന്നിൽ കൂടുതൽ സീരീസ് ക്ലബ്ബ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യും, സ്പെഷ്യൽ സീരീസിലേക്ക് കൺവേർട്ട് ചെയ്യും. സ്പെഷ്യൽ സീരീസിലേക്ക് കൺവേർട്ട് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് സിമ്പിളാണ്. അതിന്റെ nth ടേം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ സമ്മ് കിട്ടുമല്ലോ. ആകെ 3 ഇക്വേഷൻ അവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആകെ 3 ഇക്വേഷൻ. അത് പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്കി ഈ ഒരു സ്പെഷ്യൽ സീരീസിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ആക്കാം. നോക്കട്ടോ. ദാറ്റ് ഈസ്, ഇതിന് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. ഫസ്റ്റ് സീക്വൻസ് അങ്ങനെ എഴുതി 3 പ്ലസ് എല്ലാറ്റിലെയും ഫസ്റ്റ് എലമെന്റ് എഴുതി പ്ലസ് 7 പ്ലസ് എക്സെട്ര എന്നുള്ള രൂപത്തിൽ എഴുതി. ഇൻറ്റു അടുത്ത ഇവിടെ വരുന്നത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നുള്ള മോഡലിൽ വന്നു അല്ലേ? അപ്പൊ ഇവിടുത്തെ nth ടേം നമുക്കറിയാം, n സ്ക്വയർ. സിമ്പിൾ ആണ്, വളരെ സിമ്പിളാണ്. ഇതിന്റെ n ടേംസ് നമുക്കറിയാം. ഇതിന്റെ n ടേം എന്ന് പറഞ്ഞാൽ n സ്ക്വയർ. ഇനി ഇതിന്റെ nth ടേം കണ്ടെത്തണം. നോക്കട്ടോ, nth ടേം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇത് AP-യുടെ ഫസ്റ്റ് ടേം 3, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5 - 3 = 2. ഓക്കെ അല്ലേ? 5 - 3 = 2. അപ്പോ nth ടേം an becomes a plus n - 1 times d. That is equal to a plus 3 plus n - 1 times d. That is equal to 2 നുള്ളിൽ കൊടുത്താ, that is 3 plus 2n minus 2. That is equal to 1 plus 2n. That is 2n plus 1. Okay അല്ലേ? അപ്പൊ ഇതിന്റെ nth ടേം 2n plus 1, ഇതിന്റെ nth ടേം n square. Combine by nth terms. nth ടേമിനെ കമ്പൈൻ ചെയ്യുമ്പോൾ nth ടേം കമ്പയറിംഗ് nth ടേമിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് nth ടേമിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് സീരീസിന്റെ nth ടേം എന്ന് പറഞ്ഞാൽ 2n plus 1. അത് കഴിഞ്ഞാൽ അതിന് n സ്ക്വയർ, വീണ്ടും n സ്ക്വയറിന് 1 മൾട്ടിപ്പിൾ. കാരണം ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം അല്ലേ? അപ്പൊ അതിന്റെ ഫസ്റ്റ് nth ടേം ഇൻറ്റു സെക്കൻഡ് nth ടേം ആ മോഡലല്ലേ? രണ്ട് സീരീസ് പ്രൊഡക്റ്റ് രൂപത്തിൽ വന്ന മോഡലാണല്ലോ ഈ തന്നിട്ടുള്ളത്. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ സമ്മ് കണ്ടെത്തിയാൽ മതി. ഇതിന്റെ സമ്മ് കണ്ടെത്താൻ വേണ്ടി n സ്ക്വയറിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × n × n സ്ക്വയർ എന്ന് പറഞ്ഞാൽ n ക്യൂബ് പ്ലസ് n സ്ക്വയർ. ദ സം എന്ന് പറഞ്ഞാൽ സിഗ്മ ഓഫ് 2n ക്യൂബ് പ്ലസ് n സ്ക്വയർ. ഓക്കെ അല്ലേ? 2n ക്യൂബ് പ്ലസ് n സ്ക്വയർ. അപ്പൊ എങ്ങനെ ഉണ്ടാവുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into സിഗ്മ n ക്യൂബ് പ്ലസ് സിഗ്മ n സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു n ക്യൂബ്. nth ടേം n ക്യൂബ് മോഡലിലാണെങ്കിൽ അതിന്റെ സമ്മ് n into n plus 1 divided by 2 the whole square. n സ്ക്വയർ രൂപത്തിലാണെങ്കിൽ that is n into n plus 1 into 2n plus 1 divided by 6. That is 2 into n into n plus 1 divided by 2 whole square plus n square അല്ലേ? n square എന്ന് പറഞ്ഞാൽ n into n plus 1 into 2n plus 1 divided by 6. ഓക്കെ അല്ലേ? ഇനി ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ മതി, പെട്ടെന്ന് ആൻസർ. ഇത് ഇവിടെ ആൻസർ ആയി, അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ദാറ്റ് ഈസ്
n സ്ക്വയർ ഇൻറ്റു n പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ഈ 2 മുകളിലുണ്ട് കേട്ടോ. പ്ലസ് ഇവിടെ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 എന്നുള്ളതിന് 3 ഇൻറ്റു 2 എന്ന് എഴുതി. കാരണം എനിക്ക് n പ്ലസ് 1 ബൈ 2നെ ഔട്ട് സൈഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കട്ടായി. ദാറ്റ് ഈസ് ഈ n ഇൻറ്റു n പ്ലസ് 1 പുറത്ത് വരട്ടെ. n ഇൻറ്റു n പ്ലസ് 1 ഔട്ട് സൈഡ് വന്നു, ഡിവൈഡഡ് ബൈ 2 വന്നു, സ്ക്വയർ ബ്രാക്കറ്റ്. ബാക്കി n സ്ക്വയറിന് n പോയ n പ്ലസ് 1 ഹോൾ സ്ക്വയറിന് n പ്ലസ് 1 പോയ n ഇൻറ്റു n പ്ലസ് 1 പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 പോന്നു കഴിഞ്ഞാൽ ബാക്കി 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3. 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3. ഓക്കെ അല്ലേ? അടുത്തത് ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇവിടെ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 3n ഇൻറ്റു n പ്ലസ് 1 പ്ലസ് 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3. ഓക്കെ ആണല്ലോ? ആ 3ന് ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് 3n ഇൻറ്റു n ദാറ്റ് ഈസ് 3n സ്ക്വയർ പ്ലസ് 3n പ്ലസ് 2n പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 3. ഇവിടെ നിന്ന് കമ്പൈൻ ചെയ്ത് 3n സ്ക്വയർ അതുപോലെ എഴുതി. 3n സ്ക്വയർ അതേപോലെ നമ്മൾ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് 3n സ്ക്വയർ പ്ലസ് 3 പ്ലസ് 2 5n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3. ഓക്കെ അല്ലേ? ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ രൂപത്തിൽ ഫാക്ടറൈസ് ചെയ്ത് ചെറുതാക്കി എഴുതൊക്കെ ചെയ്യാം. ഇപ്പോ തൽക്കാലം ഇവിടെ വരെ നിൽക്കട്ടെ. ഓക്കെ അല്ലേ? അപ്പോൾ അത് റെഡിയായി. ഇതാണ് ആ ടേമിന്റെ സം എന്ന് പറയുന്നത്. 3n സ്ക്വയർ പ്ലസ് 5n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്നുള്ള മോഡൽ. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം. കറക്റ്റായി ചോദിച്ച് കറക്റ്റ് ആയി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഏത് എക്സാം ആയിരുന്നു? മാർച്ച് 2017 നമുക്ക് കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അത് ഓർ ക്വസ്റ്റ്യൻ വന്നു. ചിലപ്പോൾ നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രിയിൽ വരും. മിക്കവാറും ട്രിഗ്നോമെട്രി അല്ലെങ്കിൽ സീക്വൻസ് സീരീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഇവിടെയൊക്കെയാണ് നമുക്ക് ഓർ ക്വസ്റ്റ്യൻസ് വരിക. എസ്പെഷ്യലി ട്രിഗ്നോമെട്രി ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ആ 2 ചാപ്റ്ററിലാണ് കൂടുതൽ പ്രൂഫ് ക്വസ്റ്റ്യൻസ്, അതായത് തിയറംസ് കൂടുതൽ അതിലുള്ളത്. അപ്പോൾ നമ്മൾ കുറേ തിയറംസ് ഒക്കെ പഠിച്ചു, ഒരു തിയറം പഠിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഓർ ക്വസ്റ്റ്യൻ PMI അല്ല എന്നുണ്ടെങ്കിൽ ഏത് ട്രിഗ്നോമെട്രിയിൽ കൊടുക്കാനുള്ള റീസൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ nth ടേം ഈസ്, nth ടേം ഇതാ ഇങ്ങനെ തന്നു, an പ്ലസ് ബി തന്നു, കോമൺ ഡിഫറൻസ് a എന്ന് പറഞ്ഞാൽ 3. ഇഫ് ദ ഫസ്റ്റ് ടേം ഈസ് 2 ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേം ഈസ് 1/4 ഓഫ് ദ നെക്സ്റ്റ് 5 ടേം, ഷോ ദാറ്റ് 20th ടേം ഈസ് -1 1 12. ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ആക്കാം. സം ഓഫ് ഫസ്റ്റ് 5 ടേം, ദ ടേംസ് ആർ, ഈ ടേമിന് ഞാൻ വെറുതെ ഇങ്ങനെ ടേംസിനെ എഴുതുകയാണ്. ഇതാ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് A5 ഈക്വൽ ടു 1/4 ഓഫ് നെക്സ്റ്റ് 5 ടേം എന്നല്ലേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. 1/4 ഓഫ് നെക്സ്റ്റ് 5 ടേം എന്ന് പറഞ്ഞാൽ A6 പ്ലസ് A7 പ്ലസ് A8 പ്ലസ് A9 പ്ലസ് A10. റെഡി? ഫസ്റ്റ് ടേം നമുക്ക് ഗിവൺ ആണ്. ഗിവൺ ഫസ്റ്റ് ടേം ഈക്വൽ ടു A ഈക്വൽ ടു 2. നമ്മളോട് ക്വസ്റ്റ്യൻ ഏതാണ്? A20 എന്ന് പറഞ്ഞാൽ -112 ആണെന്ന് പ്രൂഫ് ആക്കണം. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അല്ലേ? A20 അതായത് 20th ടേം -112 ആണെന്നാണ് പ്രൂഫ് ആക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അല്ലെങ്കിൽ കോമൺ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാ ടേംസും എഴുതാലോ. ഇതിൽ എനിക്ക് എന്തൊക്കെ ബാക്കി ആവശ്യമുണ്ട്? ഇൻ ആൻഡ് ദ AP. അപ്പോൾ അതിൽ കോമൺ ഡിഫറൻസ് ആണ് നമുക്ക് മനസ്സിലായി. AP എന്ന് പറഞ്ഞാൽ അതിൽ കോമൺ ഡിഫറൻസ് ആണ്. ഇനി എനിക്ക് ഇതിൽ കണ്ടെത്താൻ ബാക്കിയുള്ളത് D കൂടി എനിക്ക് ആൻസർ കിട്ടിയാൽ എനിക്ക് പെട്ടെന്ന് A20 കിട്ടും. അപ്പൊ ഇവിടുന്ന് ഞാൻ D കണ്ടെത്തുകയാണ്. D കണ്ടെത്താൻ വേണ്ടി എഴുതുന്ന രീതി കറക്റ്റായി ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് സം ഓഫ് 5 ടേം ഈക്വൽ ടു 1/4 ഓഫ് സം ഓഫ് 6 to 10 ടേംസ്.
6 മുതൽ 10 ടേം വരെയുള്ള സമ്മിന്റെ 1/4 ആണ് ഫസ്റ്റ് 5 ടേമിന്റെ സം. ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പൊ ഇതിനെ ഞാൻ എന്ത് ചെയ്യും? സമ്മിന്റെ രൂപത്തിലേക്ക് എഴുതും. ഫസ്റ്റ് 5 ടേമിന്റെ സം എന്ന് പറഞ്ഞാൽ S5 ഈക്വൽ ടു 1/4 ഓഫ് 6 to 10 വരെയുള്ള സമ്മ് കിട്ടാൻ വേണ്ടി ഇത് ഫസ്റ്റ് ടേം, ദെൻ 5th ടേം, ദെൻ 10th ടേം. ഇത് മുതൽ ഇതുവരെ ഉള്ളത് S5. ഇവിടുന്ന് ഇങ്ങനെ ഇത് മുഴുവനായിട്ടുള്ളതോ S10 ആണ്. കാരണം 1 to 10 ടേംസ് വരെയുള്ള S10 അല്ലേ. അപ്പൊ ഈ പോർഷൻ മാത്രം കിട്ടാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? S10 മൈനസ് S5. ഓക്കെ അല്ലേ? S10 മുഴുവനുള്ളതിന് ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് പോയി, ബാക്കി ഉണ്ടാവുന്നത് ഈ ഒരു പാർട്ട്. S10 മൈനസ് S5. ഓക്കെ ആണല്ലോ? പറഞ്ഞ കൺസെപ്റ്റ് ഓക്കെ അല്ലേ? സമ്മിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഐസൊലേറ്റ് ചെയ്ത് മാറ്റി എഴുതുകയാണ്. നോക്കട്ടോ. അപ്പോൾ സമ്മിനെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റി എഴുതുന്നത് S10 മൈനസ് S5. ഈ 4 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4S5 ഈക്വൽ ടു S10 മൈനസ് S5. S5 ഇങ്ങോട്ട് വരട്ടെ. ദാറ്റ് ഈസ് 4S5 പ്ലസ് S5 ഈക്വൽ ടു S10. റെഡി അല്ലേ? ദാറ്റ് ഈസ് 4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു S5 ഈക്വൽ ടു S10. Sn സം ഓഫ് AP, ഒരു AP-യുടെ സമ്മ് Sn എന്ന് പറഞ്ഞാൽ n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഓക്കെ അല്ലേ? ഇനി അടുത്ത സിസ്റ്റം എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു S5 എന്നുള്ള മോഡലാണല്ലോ. 5 ഇൻറ്റു S5 എന്ന് പറഞ്ഞാൽ 5/2 അല്ലേ? Sn ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ S5 എന്ന് പറഞ്ഞാൽ 5/2 ഇൻറ്റു 2 ഇൻറ്റു എന്റെ വാല്യൂ നമുക്കറിയാം 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 2 പ്ലസ് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 5 മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു S10 10/2 ഇൻറ്റു 2a പ്ലസ് 10 മൈനസ് 1 ഇൻറ്റു d. ഇവിടെ കട്ടായി. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 ഇൻറ്റു 4 പ്ലസ് 4d ഈക്വൽ ടു 4 പ്ലസ് 9d. ഓക്കെ അല്ലേ? 10 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 9d. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ഈ 2 അങ്ങോട്ട് പോട്ടെ. 5 ഇൻറ്റു 4 20 പ്ലസ് 20d ഈക്വൽ ടു 8 പ്ലസ് 18d. ദാറ്റ് ഈസ് 20d മൈനസ് 18d ഈക്വൽ ടു 8 പ്ലസ് 20 അങ്ങോട്ട് പോയപ്പോൾ മൈനസ് 20. ദാറ്റ് ബിക്കംസ് മൈനസ് 12. Then 2d equal to minus 12 കട്ടായി. That is minus 6. d equal to minus 6. ഓക്കെ അല്ലേ? d equal to minus 6. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടുക കേട്ടോ. That is d equal to minus 6. ഇനി നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് 20th ടേം. That is the 20th term equal to A20. That is A20 equal to a plus 20 minus 1 into d. That is equal to a plus 2 plus 19 into d means minus 6. ഈ മൈനസ് എന്ത് ചെയ്തു? 2 പ്ലസ് മൈനസ് ആക്കി 19 into 6. That is equal to 19 into 6 എന്ന് പറഞ്ഞാൽ 6 into 20 എന്ന് പറഞ്ഞാൽ 120. 120ൽ നിന്നൊരു 6 മൈനസ് ചെയ്താൽ 2 minus 114. That becomes minus 1112. ഇതല്ലേ നമ്മളോട് പ്രൂഫ് ആക്കാൻ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഹെൻസ് പ്രൂവ്ഡ്. അപ്പോൾ അത് ആൻസർ ആയി. hence proved. Okay, easy അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ആൻസർ ആയി. ക്വസ്റ്റ്യന് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ റിപ്പീറ്റേഷൻ ഉണ്ടോ നോക്കാം കേട്ടോ. ഇനി ദ കോമൺ റേഷ്യോ ഓഫ് ദ, ഇത് GP ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കോമൺ റേഷ്യോ ആണ് കണ്ടെത്താൻ പറഞ്ഞത്. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ ടേം 5/4 ഡിവൈഡഡ് ബൈ തൊട്ട് ബാക്കിലെ ടേം 5/2. അപ്പൊ അങ്ങനെ 5/4 ഇൻറ്റു 2/5. ഇത് കട്ടായി, ഇത് 2 ഇതും പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. കോമൺ റേഷ്യോ ഈസ് 1/2. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. 2017 മാർച്ചിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ഇയറിലെ ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം, ദ സം ഓഫ് ദ സീക്വൻസ്. ഇത് നമ്മൾ ഇംപ്രൂവ്മെന്റ് 2017 മാർച്ച് 2017. ഇപ്പോൾ കഴിഞ്ഞത് 2007. ഇത് ഒരു വർഷം നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തത്. അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ 4 വരും, 6 വരും, 3 വരും, 5 വരും, 7 വരും, 8 വരും, എല്ലാ വാല്യൂസ് വരും. ഒക്കെ സെയിം പ്രൊസീജിയർ ആണ്. അപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് വാല്യൂ ചെയ്ത് നോക്കുക. ഇനി അടുത്ത് ഫൈൻഡ് ദ nth ടേം ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിന്റെ nth ടേം A 3 1
5 7 9 എക്സെട്ര ഈ മോഡൽ അല്ലേ. ഇതിന്റെ nth ടേം ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിന്റെ a = 3. ഇത് സീക്വൻസ് എന്നാണ് പറഞ്ഞത്. ഇത് AP ആണോ GP ആണോ നോക്കാം. 5/3 അടുത്ത് 7/5 ഇത് രണ്ടും നോട്ട് ഈക്വൽ. അപ്പോൾ ഇത് GP അല്ല, പിന്നെ ഇത് AP ആണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കോമൺ ഡിഫറൻസ് D = 2. അപ്പോൾ AN = A plus n minus 1 into D, that is A plus 3 plus n minus 1 into 2, that is equal to 3 plus 2n minus 2, that is equal to 1 plus 2n. nth ടേം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1 plus 2n. ഇത് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളോട് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും അവിടെ വരുന്നത്. ഇനി ചെയ്യൂല കേട്ടോ, അത് നോക്കിക്കട്ടാ. 3 plus 5 plus ഇത് രണ്ടും ഒരേ ക്വസ്റ്റ്യൻ, ചെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് ചെയിൻ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മാർച്ച് 2017 ചെയ്തു. എങ്കിൽ കൂടി ഇതിന്റെ ഒരു ട്രിക്ക് ഇവിടുന്ന് ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഫില്ല് ചെയ്താലാണ് നമുക്ക് ഇത് പെട്ടെന്ന് കിട്ടുക. ഇത് ഇങ്ങനെയല്ലേ, 3 plus 1 square plus 5 into 2 square plus 7 into 3 square ഇങ്ങനെയല്ലേ പോകുന്നത്. ഓക്കെ അല്ലേ, ഈ രൂപത്തിലല്ലേ പോകുന്നത്. അപ്പോൾ ഇതിൽ സ്പ്ലിറ്റ് 3 plus 5 plus 7 plus etc into 1 square plus 2 square plus 3 square plus etc. യെസ്, ഈ മോഡലാണ് വന്നത്. ഇതിന്റെ nth ടേം, ഇതിന്റെ nth ടേം ആണ് ആ തന്നത് 1 plus 2n. ഇതിന്റെ nth ടേം നമുക്കറിയാം n സ്ക്വയർ. ഇത് രണ്ടും കൂടി സോൾവ് 1 plus 2n into n സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ മോഡലിൽ 1 plus 2n ആണെങ്കിൽ n സ്ക്വയർ പ്ലസ് 2n ക്യൂബ്. ഓക്കെ, ഡയറക്റ്റ് ആൻസർ ആക്കുമല്ലോ. 2017 നമ്മൾ ആൻസർ ആക്കിയ ഒരേ ക്വസ്റ്റ്യൻ ആണ്. നേരിട്ട് ഇവിടെ സിഗ്മ കൊടുക്കുക, ഡയറക്റ്റ് ആൻസർ ആവും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസേർട്ട് 5 നമ്പേഴ്സ്. Insert 5 numbers between 8 and 26 such that the resulting sequence is an AP. ഇവിടെ 8ഉം 26ഉം തന്നിക്കണം. അതിന്റെ ഇടയിൽ ഇപ്പൊ ഇങ്ങനെ 8 ഇവിടെ 26 ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇടയിൽ നമുക്കൊരു 5 നമ്പേഴ്സിന് ഫില്ല് ചെയ്യണം. റിസൾട്ടിങ് കിട്ടുന്നത് ഒരു എന്തായിരിക്കണം, AP ആയിരിക്കണം. അതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം സെൻട്രലിൽ ഫിറ്റ് ചെയ്യാം, നമ്പർ ഓഫ് ടേംസ് കണ്ടെത്താം. വളരെ ഈസി ആയ ക്വസ്റ്റ്യൻ. ഇൻസേർട്ട് 5 നമ്പേഴ്സ് ക്വസ്റ്റ്യൻ ഇതല്ലേ, ഇൻസേർട്ട് 5 നമ്പേഴ്സ് എന്നല്ലേ. അപ്പോൾ ബിറ്റ്വീൻ 8 and 26 ബിറ്റ്വീൻ ഇങ്ങനെയല്ലടാ 8 and 26 അല്ല. അപ്പോൾ ഇവിടെ 8 ഇതിൻ്റെ ഇടയിൽ നമ്പേഴ്സ് ഫിറ്റ് ചെയ്യണം. 1 2 3 4 5 6 ഫൈനലി 26. ഓക്കെ, ഇതിനിടയിൽ 26 നമ്പേഴ്സ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടേം ഇതൊരു AP എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈസ് ആൻ AP. ഇവിടെ എഴുതി ഈസ് ആൻ AP. AP ആണെങ്കിൽ ഫസ്റ്റ് ടേം 8, ലാസ്റ്റ് ടേം ബിക്കംസ് AN = 26. ഈ AN എന്നുള്ള എത്രാമത്തെ ടേമാ? 1 2 3 4 5 6 7 8. ഇൻസേർട്ട് 5 നമ്പേഴ്സ് ആണ് അല്ലേ. സോറി 1 2 3 6 8 6 നമ്പേഴ്സ് ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇൻസേർട്ട് 5 നമ്പേഴ്സ് എന്നല്ലേ. അടുത്ത് 26. അപ്പോൾ 1 2 3 4 5 6 7th ടേം ലാസ്റ്റ് ടേം അഥവാ 7th ടേം. 7th ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എഴുതാം A plus 6D = 26. ഇവിടെ നമുക്ക് ഓരോ ടേം എഴുതണമെങ്കിൽ ഏത് വാല്യൂ കണ്ടെത്തിയാൽ മതി, കോമൺ ഡിഫറൻസ് കണ്ടെത്തണം. കാരണം എന്റെ വാല്യൂ നമുക്കറിയാം 8 ആണെന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ, എന്റെ വാല്യൂ 8 ആണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു A plus 6D നമ്മൾ അപ്ലൈ ചെയ്യണം. A plus 6D = 26. A എന്ന് പറഞ്ഞാൽ 8. 8 plus 6D = 26. 6D = 26 minus 8, that becomes 18. D = 18 divided by 6, that becomes 3. Common difference 3 ആണ്. അങ്ങനെയാണെങ്കിൽ the terms between 8 and 26. First term 8, അതിലെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും 8 plus 3. ഓക്കെ അല്ലേ. അടുത്തത് 8 plus 3 into 2. 8 plus 3 into 2 ഓരോ ടേംസ്. അടുത്തത് 8 plus 3 into 3. Then 8 plus 3 into 4. അപ്പോൾ 1 2 3 4. ലാസ്റ്റ് ടേം 8 plus 3 into 5. The next one 26. നോക്കാം ടേംസ്. 8 അത് കഴിഞ്ഞാൽ 11. അത് കഴിഞ്ഞാൽ 6 plus 18 എന്ന് പറഞ്ഞാൽ 14. The next one 17 20. The next one 23. Then 26. Insert ചെയ്ത ടേം
11, 14, 17, 20, 23. യെസ് 5 ടേംസിന് ഫിറ്റ് ചെയ്തു. റിസൾട്ടിങ് ഈസ് ആൻ AP. ഈസി അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതേ ക്വസ്റ്റ്യൻ വേറെ ഒന്നും കൂടി നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത ഫൈൻഡ് ദ സം ടു n ടേംസ് ഓഫ് ദ സീക്വൻസ്. സീരീസ് ആണ് അല്ലേ, n ടേംസിന്റെ സീരീസ്. സീരീസ് നമുക്ക് തന്നിട്ടുള്ളത് 1 into 2 plus 2 into 3 plus 3 into 4 plus etc. ഈ മോഡലിലാണ് നമുക്ക് സീരീസ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ സം എന്താണെന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഇത് അല്ലേ. ഇതിന്റെ nth ടേം നമുക്ക് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം, n × n+1 എന്നുള്ള മോഡലിലാണുള്ളത്. പക്ഷെ നമുക്ക് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 1 plus 2 plus 3 plus etc. ഇൻറ്റു ഇവിടുന്ന് 2 plus 3 plus 4 plus etc. ഇതിന്റെ nth ടേം എന്ന് പറഞ്ഞാൽ n. ഇതിന്റെ nth ടേം കണ്ടെത്തണം. അപ്പോൾ അതിനു വേണ്ടി a = 2, d = 1. അപ്പോൾ nth ടേം a plus n minus 1 times d, that is equal to a plus n minus 1 into d എന്ന് പറഞ്ഞാൽ 1, that is equal to 2 plus n minus 1, that is 1 plus n. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ 1 plus n. ഇനി ഇത് എന്ത് ചെയ്യാം, ഇവിടെ ഇത് the nth terms are nth terms ഏതൊക്കെയാണ്? equal to n into 1 plus n, that becomes n square plus n. ഈ മോഡലല്ലേ n square plus n എന്നുള്ള മോഡലല്ലേ വന്നത്. ഇവിടെ 1 plus n ഇതിനെ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ n into 1 plus n square, that becomes n square plus 1. The sum is, that is equal to sigma n square plus sigma n, that is equal to n square വരികയാണെങ്കിൽ ഞാൻ നേരിട്ട് എഴുതി. ഇപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതേപോലെ ചെയ്തില്ലേ. n square ആണ് nth ടേം എന്നുണ്ടെങ്കിൽ അതിന്റെ സം n into n+1 into 2n+1 divided by 6 plus n into n+1 divided by 2. ഓക്കെ ആണല്ലോ. ഇതിൽ കോമൺ ടേമിന് പുറത്തേക്ക് എടുത്തു. n into n+1 divided by 2 കോമൺ ഔട്ട് സൈഡ് ആക്കി. 2n+1 divided by 3 plus 1. ഇങ്ങനെയല്ലേ? ഇവിടുന്ന് 2 ഔട്ട് സൈഡ് വന്നപ്പോൾ ബാക്കി 3 അല്ലേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു n into n+1 divided by 2 into ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2n+1 plus 3 divided by 3, that is equal to n into n+1 divided by 2 into square bracket of the 2n+4 divided by 3, that is equal to n into n+1 divided by 2 into 2 തന്നപ്പോൾ n+2. ഓക്കെ, 2 ഔട്ട് സൈഡ് എടുത്തോണ്ട് നമുക്ക് കട്ടായി പോകാനുള്ള ചാൻസ് ഒന്നും ഇല്ല അല്ലേ. ഓക്കെ, ഇവിടെ ക്യാൻസലേഷൻ ഉണ്ടല്ലോ. n+2 divided by 3 ഇവിടെ കട്ടായി. that is equal to n into n+1 into n+2 divided by 3. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇതിന്റെ സം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. യെസ്, ഇതിന്റെ സം ആണ്. ഇപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് പ്രൂഫ് ആക്കാൻ പറ്റി. ചിലപ്പോൾ ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ഇങ്ങനെ ഒരു സം തന്നിട്ട് നമ്മളോട് പറയും ബൈ സീക്വൻസ് ആൻഡ് സീരീസ് അല്ലെങ്കിൽ ബൈ സ്പെഷ്യൽ സീരീസ്, പ്രൂവ് ബൈ സ്പെഷ്യൽ സീരീസ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെയും പ്രൂഫ് ആക്കാം. അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, നോട്ട് ചെയ്യണം കേട്ടോ. രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ 2018 ഇംപ്രൂവ്മെന്റ് ഓവർ. അടുത്തത് 2019 ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആട്ടോ. ദ സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ GP ഈസ് 13/12. ദെൻ ദ സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2019 മാർച്ചിൽ കാര്യമായ ചോദ്യങ്ങളൊന്നുമില്ല അല്ലേ. അത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 2017 അങ്ങോട്ട് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ഇത് അവിടെ നമ്മൾ 2017 ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. ഫസ്റ്റ് ടേം ഈസ് 2, ഇതും റിപ്പീറ്റഡ് ആണ്. ഇനി സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ GP ഈസ് 6. ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വന്നത് ഓൾറെഡി ഒരു മിസ്റ്റേക്ക് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓൾറെഡി ക്വസ്റ്റ്യൻ ഒരു മിസ്റ്റേക്ക് ഉള്ള ക്വസ്റ്റ്യൻ കൂടിയാണത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്തത് ഫുൾ മാർക്ക് സ്കോർ ചെയ്തത് 2019 ഇംപ്രൂവ്മെന്റ് നിങ്ങളുടെ +2 പഠിച്ച കുട്ടികൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അവർ എഴുതിയതാണ്. ഇതിന് അവർക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്ത ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, അതിലെ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനും കൂടിയാണ്. അവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് ഈ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്തതുകൊണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ മാർച്ച് 2020 നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ, ഇഫ് ദ സം ഓഫ് 20 ടേംസ് ഓഫ് ആൻ AP S20 സം ഓഫ് 20 ടേംസ് ഓഫ് ആൻ AP ഈസ് ഈക്വൽ ടു S30 ആണ്.
അങ്ങനെയാണെങ്കിൽ S20 + 30 ഇതാണ് ചോദ്യം. ദാറ്റ് ഈസ് S50യുടെ വാല്യൂ ബിക്കം 0 ആയിരിക്കും കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കണം. ദ സം ഈസ് 0. ഇനി സം ടു ഇൻഫൈനൈറ്റ് സീരീസ്, ഇൻഫൈനൈറ്റ് ടേമിന്റെ സമ്മ് കാണണം. അപ്പോൾ GP നമുക്ക് തന്ന GP ഏതാ? ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യൂല കേട്ടോ. 4th ക്വസ്റ്റ്യൻ നമ്മൾ എത്ര തവണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ GP നമുക്ക് തന്നത് -3/4, 3/16, -3/64. ഇതിന്റെ സമ്മ് കാണണം. അപ്പോൾ A എന്ന് പറഞ്ഞാൽ -3/4, R = 3/16 അല്ലേ, ഡിവൈഡഡ് ബൈ -3/4 = 3/16 ഇൻറ്റു 4/3. ഈ മൈനസിനെ അവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്താണ്, ഇവിടെ കട്ടായി. 16ഉം 4ഉം കട്ടായി. അപ്പോൾ ഇവിടെ 4, that is -1/4. ഓക്കെ അല്ലേ? that becomes R = -1/4. R = -1/4. സം ടു ഇൻഫിനിറ്റി, സം ടു ഇൻഫിനിറ്റി ഇൻഫൈനൈറ്റ് ടേമിന്റെ സമ്മാണ് കണ്ടെത്തേണ്ടത്. S∝ = A/1 - R, A/1 - R, that is equal to A -3/4 divided by 1 - 1/4. ഓക്കെ, രണ്ടും കൂടി പ്ലസ് ആയി. -3/4 all divided by 1 + 1/4. that is equal. ഇവിടെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ താഴെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. -3/4 all divided by 5/4 ക്രോസ് ചെയ്തു കേട്ടോ. 4 + 1 divided by 4 എന്ന് പറഞ്ഞപ്പോൾ ക്രോസ് ചെയ്തു, ഡയറക്റ്റ് ആൻസർ ആയി. ദാറ്റ് ഈസ് -3/4 ഇൻറ്റു 4/5 അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു -3/5 ഇസ് ദ ആൻസർ. -3/5 ആണ് ഇതിൻ്റെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഏകദേശം നിങ്ങളൊരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ മാത്സിലൊക്കെ ഒരുപാട് മാക്സിമം മാറ്റങ്ങൾ വരുന്നത് 2015 അല്ലെങ്കിൽ 2016 കാലഘട്ടം മുതൽ 2020 വരെയുള്ള ഈ ഒരു 5 വർഷത്തിലാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മുഴുവൻ മാറിയിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾക്ക് ട്രിഗണോമെട്രിയിൽ കുറച്ച് എക്സ്ട്രാ ടോപ്പിക്കും കൂടി കൂടുതൽ വന്നിട്ടുണ്ട്. മാക്സിമം മിനിമം എന്ന് പറയുന്നതൊക്കെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ഡെപ്ത് കൂടുതലായിട്ടുണ്ട്. പിന്നെ സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളിങ്ങനെ മറിച്ച് ബാക്കിൽ പോയി നോക്കിയാൽ അവിടെ ആൻസർ കിട്ടും ടെക്സ്റ്റ് ബുക്കിൽ. അതിൽ ആൻസർ വീണ്ടും മറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സപ്ലിമെൻ്ററി മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് കാണാം. കോംപ്ലക്സ് നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട്, അതുപോലെ ഇൻഫിനിറ്റ് സീരീസിൻ്റെ സമ്മ്, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. അതിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ A to Z പഠിക്കുക, അതിൽ നിങ്ങളുടെ നോട്ട് മുഴുവൻ പഠിക്കുക, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പഠിക്കുക, പ്രീവിയസ് പഠിക്കുക, NCERT മുഴുവനായിട്ട് സോൾവ് ചെയ്യുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ ഒന്ന് അയച്ചു തരാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളുടെ സീക്വൻസ് ആൻഡ് സീരീസിലെ 5 ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.